നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പേര് കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ കേട്ടിരുന്നു. ഡോക്ടർ പൽപ്പു കുമാരനാശാൻ്റെ വീഡിയോ വന്നപ്പം കേട്ടിരുന്നു. അതല്ലാന്നാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും ഡോക്ടർ പൽപ്പു എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈഴവരുടെ പൊളിറ്റിക്കൽ ഫാദർ എന്നാണ് ഇദ്ദേഹത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ദ പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ദ ഈഴവാസ്. 1863 മുതൽ 1950 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് പരിശോധിക്കാം. 1863 ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തിലാണ് അയ്യങ്കാളിയും അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും ജനിക്കുന്നത്. ഡേറ്റുകളിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ഇയർ ഒന്നാണ്. അയ്യങ്കാളിയുടെ ഡേറ്റ് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഒക്ടോബർ 28 അദ്ദേഹത്തിൻ്റെ ജനനം. ഡോക്ടർ പൽപ്പു നവംബർ 2 ജനിച്ചത്. പേട്ട, തിരുവനന്തപുരം ജില്ലയിലാണ് പേട്ട എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തുന്നതിന് തൊട്ട് മുൻപത്തെ സ്റ്റോപ്പാണ് പേട്ട. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നെടുങ്ങോട്ട് വീട്. തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലെ നെടുങ്ങോട്ട് വീട്ടിലാണ് ഡോക്ടർ പൽപ്പു ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. കുട്ടിയപ്പി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര്, ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ബേസ് അദ്ദേഹം മൈസൂരൊക്കെ പോയി, മൈസൂരും മദ്രാസും ഒക്കെ ആയിട്ട് ഡോക്ടർ പഠനം അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. ഡോക്ടർ പൽപ്പു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് പി പൽപ്പു, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. അങ്ങനെ ഡോക്ടർ പൽപ്പുവിനെ പി പൽപ്പു എന്നും വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പത്മനാഭൻ പൽപ്പു. ആ പി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പത്മനാഭൻ എന്ന് വരാം. പിതാവിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്മനാഭൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് തിരുവിതാംകൂറിലെ ഈഴവരിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ച വ്യക്തി ഇദ്ദേഹത്തിൻ്റെ പിതാവ് പത്മനാഭനാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ മാതാവാണ് മാതാ പെരുമാൾ. മാതാ പെരുമാളിനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ വീഡിയോ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ശ്രീനാരായണ ഗുരു തുടങ്ങിയ സമാജമാണ് സ്ത്രീ സമാജം. അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു മാതാ പെരുമാൾ. ഓക്കെ, 1904 ഈ സംഘടന വരുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ത്രീ സംഘടനയാണ് സ്ത്രീ സമാജം. ഇനി സഹോദരൻ വേലായുധൻ എന്നാണ് സഹോദരൻ്റെ പേര്. വേലായുധനാണ് ഈഴവ സമുദായത്തിൽ നിന്നും ആദ്യമായിട്ടൊരു ഡിഗ്രി എടുക്കുന്ന വ്യക്തി. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ഭഗവതി അമ്മ. 5 മക്കളുണ്ട്. അതിൽ ഒരു മകനാണ് നടരാജഗുരു. നടരാജഗുരുവും ഒരു നവോത്ഥാന നായകനാണ്. ഇനി നടരാജഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും ഗുരുപരമ്പരയിലെ രണ്ടാമനുമായിരുന്നു. അത് ഓർത്തിരിക്കുക. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളുടെ പ്രചാരണത്തിനായിട്ട് നടരാജഗുരു സ്ഥാപിച്ചത് നടരാജഗുരുവാണ് നാരായണ ഗുരുകുല എന്ന് പറയുന്ന സ്ഥലം. നാരായണ ഗുരുകുലങ്ങൾ പലയിടങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നത്. ഓക്കെ, ഗുരുപരമ്പരയിലെ ഒന്നാമനാണ് ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികളെ നിങ്ങൾക്കറിയാമായിരിക്കും. ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം ബോധാനന്ദ സ്വാമികളെ പ്രഖ്യാപിച്ചുവെങ്കിലും 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയായി. 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം സമാധിയായി. അപ്പം പിൻഗാമിയാവാനായിട്ട് പറ്റിയില്ല. പൽപ്പുവും ജ്യേഷ്ഠൻ വേലായുധനും തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇനി ഇദ്ദേഹം പഠിച്ചത് മെഡിക്കൽ സയൻസാണ്. വൈദ്യശാസ്ത്ര പരിശീലനത്തിനായി സർക്കാർ നടത്തിയ പരീക്ഷയിൽ 4ാമനായി അദ്ദേഹം പാസ്സായെങ്കിലും ഇദ്ദേഹം ഈഴവനായതുകൊണ്ട് ജാതി വ്യവസ്ഥതയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് അഡ്മിഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് അദ്ദേഹം 1885 മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്ന് വൈദ്യശാസ്ത്രം പഠിച്ച് പൂർത്തിയാക്കി. ഈഴവ സമുദായത്തിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വ്യക്തിയാണ് പൽപ്പു. പിന്നീട് മൈസൂർ സർക്കാരിൻ്റെ ചെലവിൽ അദ്ദേഹം വിദേശത്ത് പോയി ഉന്നത ബിരുദം നേടി. മൈസൂർ സർക്കാരിൻ്റെ ചെലവിലാണ് അദ്ദേഹം പിന്നീട് വിദേശത്ത് പോയി ഉന്നത ബിരുദം നേടിയത്. അപ്പോൾ അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിലും പിന്നെ മൈസൂർ സർക്കാരിൻ്റെ കീഴിലുമാണ് അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിച്ചത്. അതൊന്ന് ഓർത്തിരിക്കുക. ബാംഗ്ലൂരിൽ അദ്ദേഹം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ 1896 ബാംഗ്ലൂരിൽ പ്ലേഗ് ആക്രമണം ഉണ്ടായി.
അപ്പോൾ ആ സമയത്ത് ആതുര സേവന രംഗത്ത് ഇദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തു. അതിനെ മാനിച്ചാണ് മൈസൂർ സർക്കാർ ഇദ്ദേഹം പൽപ്പുവിനെ വിദേശത്ത് ഉപരിപഠനത്തിന് അയച്ചത്. വിദേശത്തിൽ നിന്ന് ഉപരിപഠനം നടത്തിയ തിരുവിതാംകൂറുകാരനായ രണ്ടാമത്തെ വൈദ്യനാണ് ഡോക്ടർ പൽപ്പു. ഇത് ഏതൊക്കെ പ്രൊഫഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം വാക്സിൻ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്, മൈസൂർ സിറ്റി ഹെൽത്ത് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡെപ്യൂട്ടി സാനിറ്റേഷൻ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ജയിൽ സൂപ്രണ്ടായിരുന്നു. ഇനി മൈസൂർ സർക്കാരിനെ കൂടാതെ അദ്ദേഹം മദ്രാസ് സർക്കാരിൻ്റെ കീഴിലും ബറോഡ സർക്കാരിൻ്റെ കീഴിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ആ കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക പദവികൾ വഹിച്ചിരുന്നത് തമിഴ് ബ്രാഹ്മണന്മാരാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ് മലയാളി മെമ്മോറിയൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഔദ്യോഗിക പദവികളും തമിഴ് ബ്രാഹ്മണർക്കാണ്, മലയാളികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം തിരുവിതാംകൂറിൽ ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണമെന്ന ആവശ്യമായി 1891 അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ ടൈറ്റിലാണ് മലയാളി മെമ്മോറിയൽ. ഇനി ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിവേദനം കൊടുക്കാൻ അന്നത്തെ ബാരിസ്റ്ററായിട്ടുള്ള GP പിള്ള ഉണ്ടായിരുന്നു, KP ശങ്കരമേനോൻ ഉണ്ടായിരുന്നു. ബാരിസ്റ്റർ GP പിള്ള എന്ന G പരമേശ്വരൻ പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാരിസ്റ്റർ, അതും കൂടി ഓർത്തിരിക്കുക. അദ്ദേഹമാണ്, ബാരിസ്റ്റർ GP പിള്ളയാണ് ആദ്യമായിട്ട് ലണ്ടനിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ് നേതാവ്. ഇത് പിന്നെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കവർ ചെയ്യേണ്ട പോയിൻ്റാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂറുകാരൻ ബാരിസ്റ്ററും GP പിള്ളയാണ്. ഇനി അടുത്ത മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പിന്നെ പറഞ്ഞാൽ പ്രമുഖ മലയാള നോവലിസ്റ്റായിരുന്ന CP രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. പിന്നെ പറയാൻ പറ്റുന്നത് മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ തുടങ്ങിയ പ്രശസ്ത നോവലുകൾ എഴുതിയത് CV രാമൻ പിള്ളയാണ്. 1028 പേർ ഒപ്പുവെച്ചിരുന്ന മലയാളി മെമ്മോറിയൽ മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. 1028 പേര് അതിൽ ഒപ്പുവെച്ചു, അതിൽ മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ആദ്യത്തെ 2 ഒപ്പുകൾ KP ശങ്കരമേനോൻ്റെയും ബാരിസ്റ്റർ GP പിള്ളയുടേതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പൽപ്പു അതിൽ ഒപ്പുവെച്ചത്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി മലയാളി മെമ്മോറിയലിനെ ട്രാവൻകൂർ മെമ്മോറിയൽ എന്നും വിളിക്കാറുണ്ട്. മലയാളി മെമ്മോറിയലിനെ ട്രാവൻകൂർ മെമ്മോറിയൽ എന്നും വിളിക്കാറുണ്ട്. മലയാളി മെമ്മോറിയലിൻ്റെ വാദങ്ങളെ എതിർത്തുകൊണ്ട് ആ വർഷം തന്നെ തമിഴ് ബ്രാഹ്മണർ മറ്റൊരു മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചിരുന്നു. അതാണ് കൗണ്ടർ മെമ്മോറിയൽ. ഇതിനെ എതിർത്തുകൊണ്ട് തമിഴ് ബ്രാഹ്മണന്മാർ അവർക്കെതിരായിട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അവർ ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അതാണ് കൗണ്ടർ മെമ്മോറിയൽ. ഇതിനെ എതിർ മെമ്മോറിയൽ, ഖദർ മെമ്മോറിയൽ, കൗണ്ടർ മെമ്മോറിയൽ എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്തത് ഈഴവ മെമ്മോറിയൽ. ഈഴവർക്ക് നേരെയുള്ള അവഗണന അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ തുടങ്ങുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1896 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഇനി 13,176 പേരാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എത്ര പേരാണെന്നൊക്കെ ഓർത്തു വയ്ക്കുക. 1896 തന്നെ ഡോക്ടർ പൽപ്പു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നൊരു സംഘടന ഈഴവർക്ക് വേണ്ടി തിരുവിതാംകൂറിൽ സ്ഥാപിച്ചു. ഇതിനെ തിരുവിതാംകൂർ ഈഴവ സഭ എന്നും ഈഴവ മഹാസഭ എന്നും പറയാറുണ്ട്. ഈ ഈഴവ മഹാസഭയിലൂടെയാണ് ഈഴവ മെമ്മോറിയലിൻ്റെ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈഴവ മെമ്മോറിയലും കാര്യം ഓർക്കുക. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് ഓർത്തിരിക്കുക, 1891 ജനുവരി മാസം ഏതാണ്ട് 1000-ലധികം ഒപ്പുകളുമായി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. 1891 ജൂൺ മാസം മലയാളി മെമ്മോറിയലിനെതിരെ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് എതിർ മെമ്മോറിയൽ അല്ലെങ്കിൽ കൗണ്ടർ മെമ്മോറിയൽ. പിന്നെ 1896 13,000-ലധികം ഒപ്പുകളുമായി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക.
ഇനി 1903 SNDP യോഗം, അതായത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ഒരാളായിരുന്നു ഡോക്ടർ പൽപു. ഡോക്ടർ പൽപുവിന് SNDPയുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? SNDPയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഡോക്ടർ പൽപു. പിന്നെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ്. ഇത് രണ്ടുമാണ് മാറി മാറി ചോദിക്കുന്നത്. സെക്രട്ടറി എപ്പോഴും ചോദിക്കാറുണ്ട്, വൈസ് പ്രസിഡൻറ്റ് ചോദിക്കാറുണ്ട്. പ്രസിഡൻറ്റ് ശ്രീനാരായണ ഗുരുവാണ് നമ്മൾ എഴുതുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. രൂപീകരിച്ചത് 1903 മൈസൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വാലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങളിൽ ഡോക്ടർ പൽപു അവരെ സഹായിച്ചിരുന്നു. മൈസൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വാലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങളിൽ ഡോക്ടർ പൽപു അവരെ സഹായിച്ചിരുന്നു. ഡോക്ടർ പൽപു അറിയേണ്ടതല്ല. മൈസൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വാലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങളിൽ ഡോക്ടർ പൽപു അവരെ സഹായിച്ചിരുന്നു. മൈസൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വാലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങളിൽ ഡോക്ടർ പൽപു അവരെ സഹായിച്ചിരുന്നു. നാരായണ ഗുരുവും വിവേകാനന്ദനും 1882 മൈസൂരിൽ വെച്ചാണ് ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്. അത് നമ്മളിതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. 1882 മൈസൂർ വെച്ചാണ് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഡോക്ടർ പൽപു ആണ് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായിട്ട് ക്ഷണിച്ചത്. ഇന്ത്യയിലെ ഏതൊരു സംഘടനയും വിജയകരമാക്കാൻ ആത്മീയതയുടെ ചട്ട ആവശ്യമാണെന്ന് വിവേകാനന്ദൻ പൽപുവിനോട് അവിടെ വെച്ച് പറഞ്ഞു. ജനങ്ങളെ ആത്മീയവൽക്കരിക്കുവാനും വ്യവസായവൽക്കരിക്കുവാനും വിവേകാനന്ദൻ പൽപുവിനെ ഉപദേശിച്ചു. സ്പിരിച്വലൈസ് ആൻഡ് ഇൻ്റർലൈസസ് ദ മാസസ് എന്ന ഉപദേശമാണ് സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ പൽപുവിന് കൊടുത്തത്. ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മലബാറിലെ വ്യവസായവൽക്കരണത്തിനായി ഡോക്ടർ പൽപു സ്ഥാപിച്ച സംഘടനയാണ് മലബാർ എക്കണോമിക് യൂണിയൻ. ഡോക്ടർ പൽപു ആണ് വിവേകാനന്ദനെ 1892 കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത്. ബ്രിട്ടീഷ് നിയമസഭയുടെ ശ്രദ്ധ തിരുവിതാംകൂർ സർക്കാരിൻ്റെ അനീതിക്ക് നേരെ കൊണ്ടുവരുന്നതിനായി സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യനായിട്ടുള്ള സിസ്റ്റർ നിവേദിതയുടെ ഒരു കത്തുമായി ഡോക്ടർ പൽപു ബാരിസ്റ്റർ GP പിള്ളയെ ലണ്ടനിലേക്ക് അയച്ചിട്ടുണ്ട്. സിസ്റ്റർ നിവേദിതയുടെ കാര്യം ഓർത്തു വയ്ക്കുക. ലണ്ടനിലെത്തിയ അദ്ദേഹം ബ്രിട്ടീഷ് നിയമസഭാ സാമാജികരുടെ ഈ കത്ത് ബ്രിട്ടീഷ് നിയമസഭയിൽ അവതരിപ്പിക്കുകയും അത് പിന്നീട് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണിയും ഡോക്ടർ പൽപുവാണ്. കാരണം ഈ ഗുരുവും പൽപ്പും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അവർ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യിപ്പിച്ചത് ഡോക്ടർ പൽപു ആണ്. ശ്രീനാരായണ ഗുരുവായാലും കുമാരനാശാനായാലും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു പൽപു. നമുക്കറിയാമല്ലോ, ഡോക്ടർ പൽപുവിൻ്റെ മാനസപുത്രനാണ് കുമാരനാശാൻ. 1912 നാരായണ ഗുരു ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ നടത്തിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിന്നത് ഡോക്ടർ പൽപുവും സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. 1904 ശ്രീനാരായണ ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ ശ്രീ സമാജം രൂപീകൃതമായപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ഡോക്ടർ പൽപുവിൻ്റെ അമ്മയായ മാതാ പെരുമാൾ ആയിരുന്നു. ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനെ പെരിയ സ്വാമി എന്നും കുമാരനാശാനെ ചിന്നസ്വാമി എന്നും വിശേഷിപ്പിക്കുന്നു. ഡോക്ടർ പൽപുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ഡോക്ടർ പൽപു, പി പൽപു, പത്മനാഭൻ പൽപു, കുട്ടിയപ്പി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾ. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നാണ് ഡോക്ടർ പൽപുവിനെ സരോജിനി നായിഡു വിശേഷിപ്പിക്കുന്നത്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ്, ദ പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവാസ് എന്ന് പൽപുവിനെ വിശേഷിപ്പിച്ചത് എഴുത്തുകാരിയായിട്ടുള്ള റിട്ടി ലൂക്കാസ് ആണ്. കേരളത്തിലെ ഈഴവരുടെ ജീവിതം ദുസ്സഹമാകുന്ന സാമൂഹിക ദുരാചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ ഡോക്ടർ പൽപു എഴുതിയ ഒരു ലേഖനമാണ് തിരുവിതാംകോട്ടെ തീയൻ. താൻ അയച്ച പരാതികളും താൻ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പൽപുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് CV രാമൻപിള്ളയാണ്. ഓക്കെ. ഡോക്ടർ പി പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ജീവചരിത്രം എഴുതിയത് പ്രൊഫസർ MK സാനുവാണ്. ഇത് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. MK സാനുവാണ്
ഡോക്ടർ പൽപ്പുവിനെ ധർമ്മയോഗത്തിൽ ജീവിച്ച രോഗി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഇദ്ദേഹത്തിൻ്റെ മരണം 1950 ജനുവരി 25. ഓർത്ത് വയ്ക്കുക, ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? 1950 ജാനുവരി 26 അദ്ദേഹം റിപ്പബ്ലിക് ആവുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപ്പു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ അവാർഡ് എപ്പോഴും മുതലാണ് കൊടുത്തു തുടങ്ങിയത്? ആർക്കൊക്കെയാണ് കിട്ടിയത്? അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടൊരു പുരസ്കാരമല്ലേ. 2012 ഡോക്ടർ പൽപ്പുവിൻ്റെ സ്മരണാർത്ഥം ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ഡോക്ടർ പൽപ്പു പുരസ്കാരം നൽകാൻ ആരംഭിച്ചത് 2012. അപ്പോൾ 2012 ഡോക്ടർ പൽപ്പു പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ഡോക്ടർ MR രാജഗോപാലിനാണ്. അത് ഓർത്തിരിക്കുക. 2012 MR രാജഗോപാലിന് കിട്ടി. 2013 MK സാനുവിന് കിട്ടി. 2014 VM സുധീരന് കിട്ടി. 2015 ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ KR രാജപ്പന് കിട്ടി. 2016 ഗോകുലം ഗോപാലന്, 2017 MS മണിക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാനേ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ നടരാജ് ഗുരുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.